മമ്മി 2 ദിവസം ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ആഹാ, അതല്ലേ. അപ്പനും അമ്മയും കൂടെ 2 ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാൻ പാടില്ലായിരുന്നോ? അമ്മേനെ നടുവിനൊരു കൈ ഒരു കുത്ത കൊടുത്തിരിക്കണേ, വേദന ഉണ്ടോ? ഒത്തിരി മാറ്റം ഉണ്ട് കേട്ടോ, ഒരുപാട് മാറ്റം. അതെല്ലേ. ഞാനിന്ന് അടുക്കളക്കടയായിരുന്നു, ഇപ്പം ചേച്ചി ഉണ്ടായിരുന്നു തുടയ്ക്കാനൊക്കെ. അപ്പം ഞാൻ ചുമ്മാ പുള്ളിക്കാരിയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തൊന്ന് നടക്കുമായിരുന്നു. അപ്പൊ എക്സസൈസ് ചെയ്തപ്പോ ഫലം കണ്ടു തുടങ്ങി. പിന്നെ നന്നായിട്ട് അയ്യോ, അല്ലെങ്കിൽ ഇങ്ങനെ വല്ലതും നിൽക്കുമോ ഞാൻ? എന്നാ ചെയ്തത്? ഇത് ചെറിയൊരു ഗിഫ്റ്റ്. ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ മേടിച്ചപ്പോൾ കൂട്ടുകാരെല്ലാം പറഞ്ഞു ഞാൻ കൊച്ചിന് അവക്ക് കൊടുക്കാന്നെല്ലാം പറഞ്ഞോണ്ടാ. ഞാൻ 2 ദിവസമായിട്ട് തിരുവനന്തപുരം പോയേക്കുമായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് വരണ്ടേ. അപ്പോൾ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി മേടിച്ചാണ്. പക്ഷെ എല്ലാവരും പറയുന്നത് ഇത് കൊച്ചിനല്ല, ഇത് കൊച്ചിൻ്റെ അപ്പനാന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ആഹാ, എന്നായിരിക്കും നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാധാരണ ഇത് അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊന്നും ആർക്കും പിള്ളേർക്കാർക്കൊന്നും ഇങ്ങനത്തെ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ല എന്നുള്ളത്. ഇത് മമ്മി തുറന്നു നോക്കുന്നത് എന്നാന്നുള്ളത്. എന്നെ ഉയ്യോന്ന് വെച്ച് പേടിക്കോ? അവൾക്ക് ഇത് എന്നാന്ന് മനസ്സിലാണത്? കരിങ്ങനല്ല, പരുന്ത് പരുന്ത് പരുന്ത്. അമ്മി അവളുടെ നഖം നോക്കി, അവളുടെയും പോട്ടെ, പരുന്തിന്റെ നഖം കണ്ടോ? അവളുടെ പരുന്തിന്റെ ലുക്കും ഭാവവും ഒക്കെ നോക്കി, ചെറുകൊക്കെ ഒന്ന് വിടർത്തി നോക്കി. രസമല്ലേ? പക്ഷെ കൂട്ടുകാരന്മാരെല്ലാം കൂടെ എന്നെ ട്രോളി മമ്മി, ഇത് കൊച്ചിനല്ല എന്നും പറഞ്ഞോണ്ട്. പക്ഷെ കൊച്ചിനെ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കോഴി പേടിക്കോ? നല്ല രസമല്ലേ? ആ ചെറിയൻ്റെ ഇടയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ നല്ല രസമായിരിക്കില്ലേ? അല്ലേ? അതിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്കിന്നെ കണ്ട കോഴിയാന്ന് പറഞ്ഞാൽ, കോഴി ബേബെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇച്ചിരി വലുതാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ പരുന്താന്നൊക്കെ പറയാം. അപ്പോൾ ഇത് അവൾക്ക് കിട്ടുമ്പോൾ അവളുടെ എക്സ്പ്രഷൻ കാണാനായിട്ട് കൊതിയാവുന്നു. ഞാൻ നോക്കി വേറെ കുറേ ടോയ്സൊക്കെ നോക്കി, ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടൊക്കെ സാധനം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 മേടിക്കാൻ വേണ്ടി പുതിയ എടുത്തിരുന്നപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു 3-4 മാറ്റിയിട്ട് നോക്കി. അപ്പോൾ ഓരോന്നിനും ഓരോ ബഹളങ്ങളൊക്കെ. അപ്പോൾ ഇതാകുമ്പോൾ അത് അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തതാണ്. ഇത് അത്യാവശ്യം ബ്രാൻഡ് ആയിട്ടുള്ള സാധനമാണത്. അത് കുറച്ച് കളിച്ച് കഴിയുമ്പോൾ അതൊക്കെ പോണ്ടാക്കി അങ്ങ് പൊക്കോളും. അതല്ലേ, നമുക്ക് നോക്കാം. അധികം പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ മൂക്കി പിടിക്കണം അമ്മേ. കണ്ണൊക്കെ നല്ല രസമല്ലേ? നല്ലൊരു ഫിനിഷിങ് ആണ് കേട്ടോ. ശരിക്കും പറ്റുന്ന ഇവിടെ ഒരു പോർഷനും എൻ്റെ ചെറിയ അടിഭാഗം കണ്ടോ, നല്ല രസം, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം എനിക്ക് മൊത്തത്തിൽ തോന്നി എല്ലാവരും ടെഡി ബിയറും അതും ഇതൊക്കെ മേടിച്ചു കൊടുക്കണേ. എനിക്കിത് കാണുമ്പോൾ ഒരു ഭയങ്കര രസമല്ലേ? അവളുടെ കൂടെ ഒക്കെ ഇത് ഇരിക്കുന്ന കാണുമ്പോൾ ഒരു രസമായിരിക്കില്ല? അവളുടെ അടുത്ത് വെച്ചിട്ട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ എനിക്ക് കൊതിയാവുന്നത് കണ്ടിട്ട്. കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ? അത് ചെവിയല്ല, പരുന്നിൻ്റെ ചെവിയാണമ്മേ. അത് പരുന്നിന് ചെവിയുണ്ടോ? കോഴിപ്പടയ്ക്ക് ചെവിയുണ്ടോ? ഉണ്ടോ? പ്രാവിന് ചെവിയുണ്ടോ? കാക്കയ്ക്ക് ചെവിയുണ്ടോ? ഉണ്ടോ? അതിപ്പോ ഒരു എനിക്കൊരു സംശയമായല്ലോ. ചെവിയുണ്ടോ? ഇപ്പൊ സംശയമായി. പ്രാവിനെ, പക്ഷി, തത്തമ്മയ്ക്കൊക്കെ ചെവിയുണ്ടോ മീ? നമ്മളെ പോലെ അല്ല, എന്നാലും അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഇപ്പോഴും സംശയം തോന്നുന്നുണ്ട് പ്രാവിന്, പക്ഷികൾക്ക് ചെവിയുണ്ടോ? ഡാഡി, ഈ പക്ഷികൾക്ക് പരുന്തിനും പ്രാവിനൊക്കെ ചെവിയുണ്ടോ? ആണോ? ലവ് ബേഡ്സിനൊക്കെ ചെവിയാണോ? അതെ അല്ലേ? ആഹാ, അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്യുക. പക്ഷികൾക്ക് ചെവി കേൾക്കുമായിരിക്കും, പക്ഷെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കാണാൻ പറ്റില്ലായിരിക്കും. അപ്പൊ ഇത് എന്തായാലും ചെവിയല്ല, അതിന്റെ ചുണ്ടിന്റെ ഭാഗമാണ്.
അതെ ഇവിടെയാണോ ചുണ്ടിരിക്കണേ? ഇതിന്റെ ചുണ്ട്. അതിന്റെ ചുണ്ട് ആ. ഇവിടുന്ന് കൊണ്ടണേ. ഇത് ചുണ്ട്, ഇത് ചെവിയാ. മമ്മി ഇവിടം വരെ ഉണ്ട് മമ്മി ഇതിന്റെ ചുണ്ട്, കണ്ടില്ലേ? ഇവിടം വരെ ചുണ്ടാ അത്. കണ്ണ് ഇവിടെ. ആ കണ്ണ്. അപ്പൊ ചെവി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് വാവയ്ക്ക് കൊടുക്കാൻ എനിക്ക് അവളുടെ എക്സൈറ്റ്മെൻറ്റ് ചെയ്യണം, കൊതിയായിട്ട് പാടില്ല. അപ്പോൾ ഉടനെ തന്നെ ദിവ്യയും വാവയും കൂടെ വീട്ടിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. അമ്മ അതിനെ കെട്ടിപ്പിടിച്ചിരിക്കണാണ്ട് ഞാൻ നമ്മുടെ തോളത്ത് പോയി. നമ്മളിങ്ങനെ തോളത്ത് വെച്ച് അവിടെ ഇരുന്നോട്ടെ. അങ്ങനെ ഇരുന്നോട്ടെ. അവളെ നഖം കണ്ടോ അമ്മി? അയ്യോ കൊള്ളാം എന്തായാലും.